അതുപോലെ ഒരു ജനറൽ ക്വയറിയാണ്. അതായത് ഈ യോഗ, മെഡിറ്റേഷൻ, കുണ്ടലിനി, ഹീലിംഗ് ഇത്തരം വാക്കുകൾ പെട്ടെന്ന് കേൾക്കുന്ന ആൾക്കാർ അതൊരു റിലീജിയസ് കളേർഡ് ആണെന്നൊരു ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ യോഗ, ഇപ്പം പറഞ്ഞ യോഗ, കുണ്ടലിനി, പിന്നെ മെഡിറ്റേഷൻ ഈ മാർഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തികച്ചും മതപരമല്ലാത്ത ആത്മീയമായിട്ടുള്ള വഴികളാണ്. എന്നുവെച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളും മതപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശരിക്കും യോഗയുടെ മാർഗം, ഒരു യോഗിക് മാർഗം എന്ന് പറയുന്നത് തികച്ചും മതപരമല്ലാത്ത ആത്മീയതയിലേക്കുള്ള നമ്മുടെ സെർച്ചാണ്. എന്നുവെച്ചാൽ യഥാർത്ഥ സ്പിരിച്വാലിറ്റിയെ നമ്മൾ തിരയുന്നത് ഭാരതീയ പൗരാണികമായിട്ടുള്ള ചിന്തകളനുസരിച്ച് എവിടെയാണ് നമ്മൾ തിരയുന്നത്? അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഹൈന്ദവ വാക്കുകളായിട്ടാണ് പലരും കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥതലങ്ങളെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പലപ്പോഴും യോഗ എന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ യോഗയിൽ കൂടുതലും സംസ്കൃതം ഉപയോഗിക്കുകയും സംസ്കൃതപരമായ ശ്ലോകങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഹൈന്ദവ ആചാരപ്രകാരമുള്ള സംഭവമാണോ എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതിനെ മനസ്സിലാക്കുന്ന സമയത്ത് യാതൊരുവിധ മതപരമായ വഴികളുമില്ലാതെ തികച്ചും സ്വതന്ത്രമായ ആത്മീയ അന്വേഷണമാണ് യോഗയും ധ്യാനവും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരാളിൽ സംഭവിക്കേണ്ട ക്വാളിറ്റിയാണ്. യോഗ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ്. ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി യോഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള കഴിവുകളെയും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രാക്തനമായിട്ടുള്ള യോഗ മാർഗം എന്ന് പറയാം, അല്ലെങ്കിൽ ഏറ്റവും പ്രാക്തനമായിട്ടുള്ള മാർഗ്ഗമാണ് കുണ്ടലിനി യോഗത്തിൻ്റെ മാർഗ്ഗം എന്ന് പറയുന്നത്. അതും നമ്മൾ ഒരുപാടിങ്ങനെ ഇപ്പോൾ ഘടകവും പോലെ ഒരുപാടിങ്ങനെ പ്രാക്ടീസുകളെല്ലാം ചെയ്ത് ശരീരത്തെല്ലാം വഴക്കി ശരീരത്തെല്ലാം ഇത് ചെയ്തിട്ട് മാത്രം ചെയ്യുന്ന വഴികളല്ല, മറിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുക. ഇപ്പം പഞ്ചകോശങ്ങളിലൂടെ ഒരു മനുഷ്യനെ അഞ്ച് ലെയറുകളായിട്ട് തിരിച്ച് മനസ്സിലാക്കി ഓരോ ലെയറിലും വർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ അന്നമയ കോശത്തിൽ ആവശ്യമായിട്ടുള്ള വർക്കുകൾ ചെയ്യാം. എന്ന് വെച്ചാൽ അന്നമയ കോശത്തിന് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ശീർഷാസനത്തിൽ നിന്നാൽ മാത്രമേ യോഗ സംഭവിക്കൂ എന്നുള്ള ഇതൊന്നുമില്ല. ഇവിടെ നമ്മുടെ ശരീരത്തെ സ്ഥിരം സുഖം ആസനം എന്നാണ് പറയുന്നത്. ആ സ്ഥിരമായിട്ട് സുഖകരമായിട്ട് വെക്കാൻ പറ്റുന്ന ആസനങ്ങൾ മാത്രമേ നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അത് പഠിച്ച് പരിശീലിച്ച് അതിലൂടെ മുന്നോട്ട് പോയി അവിടുന്ന് നമ്മൾ പ്രാണായാമത്തിലേക്ക് കടന്ന് പ്രാണായാമത്തിൽ എന്താണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്. നമുക്കറിയാം, ഒരു മതപരമായ ഒരു ആത്മീയതയിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് അവരെ വിശ്വാസത്തിൽ മാത്രമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഇതും യോഗയും ഈ പറഞ്ഞ മതപരമായ ചിന്തയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായ ഒരു വിശ്വാസത്തിലൂടെ ആത്മീയതയെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസങ്ങളിലാണ് അവർ ഊന്നി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യത്തെ നമ്മൾ വിശ്വസിക്കണ്ടേ, അല്ലേ? ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ ക്യാമറയിൽ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. പക്ഷേ ആ റെക്കോർഡ് ചെയ്യുന്ന ആളുടെ കാര്യം എന്താണ്? അയാൾക്കത് ഉറപ്പാണ്. കാരണം അയാളത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം യോഗയുടെ മാർഗവും മതപരമായ സ്പിരിച്വാലിറ്റിയുടെ മാർഗവും തമ്മിൽ വ്യത്യസ്തമാകുന്നത്, യോഗയുടെ മാർഗത്തിൽ നമ്മളെപ്പോഴും അനുഭവം ആണ് നമ്മുടെ ഗുരു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപക്ഷം മറ്റ് സ്പിരിച്വാലിറ്റികൾ, അതായത് മതപരമായ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആത്മീയതയാണ് തേടുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയത അനുഭവമാകുന്നില്ല. അതുപക്ഷം യോഗയിൽ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ മാർഗങ്ങളിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന് പറയുന്നത് അവൻ്റെ അനുഭവമാണ്. അവൻ്റെ ബോധത്തെ പറ്റിയുള്ള അവൻ്റെ അനുഭവമാണ് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള സ്പിരിച്വാലിറ്റി ഞാനിപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞു. അതെന്ന് പറയുന്നത്, അങ്ങനെ പറയേണ്ടി വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, മതപരമായ രീതിയിൽ നമ്മൾ ആത്മീയത അന്വേഷിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്ന ആത്മീയത ആയിരിക്കില്ല. വിശ്വാസങ്ങളെ നിലനിർത്താനുള്ള വ്യർത്ഥമായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ വിശ്വാസങ്ങൾ ഒരു പരിധിവരെ എന്നാ പറയുന്നത്, ഇപ്പം നമുക്ക് ഈ അടുത്ത കാലത്തൊരു ബില്ല് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു നമ്മുടെ സർക്കാർ, അന്ധവിശ്വാസങ്ങളെ തടയാനുള്ള ബില്ല്, അല്ലേ? അത് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അന്ധവിശ്വാസങ്ങളെ നിരോധിക്കാൻ പറ്റില്ല. കാരണം എല്ലാ വിശ്വാസങ്ങളും ഒരു പരിധിവരെ അന്ധവിശ്വാസങ്ങളാണ്. എന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങളെ തടയാനുള്ള ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മതങ്ങളും ഒക്കെ അത് പ്രശ്നങ്ങളാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് പിന്നെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം അല്ല ആവശ്യം, മറിച്ച് അനുഭവമാണ്. ജ്ഞാനം നേടുന്ന മാർഗമാണ് യോഗയുടെ മാർഗം. വിശ്വാസത്തിൽ ഊന്നിയിട്ടുള്ള മാർഗമാണ് മതപരമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ശരിക്കും യഥാർത്ഥമായുള്ള ആത്മീയ സാധന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയ സാധകർ എന്ന് പറയുന്നത് ഈ മാർഗത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. നമ്മളിതിനെ ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഓരോ ക്ലാസ്സിലും പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മളെല്ലാത്തിനെയും സയൻറ്റിഫിക്കായിട്ടാണ്
ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം മോഡേൺ സയൻസിനെ മാത്രം വെച്ചിട്ടില്ല. ഇപ്പോൾ മോഡേൺ സയൻസിൽ തന്നെ ഇപ്പോൾ ക്വാണ്ടം സയൻസ് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. സ്പിരിച്വാലിറ്റിയുടെ ഭാഗത്ത് ആത്മാവിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിക്കുകയല്ല, നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ആത്മീയ തലങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് നമ്മുടെ പുരാതനമായിട്ടുള്ള സയൻസ് തന്നെയാണ്. അന്നത്തെ വ്യക്തമായിട്ടുള്ള, ഇപ്പോൾ നമുക്കറിയാം ആയുർവേദവും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രവും ഇതെല്ലാം അന്നത്തെ സയൻസുകളാണ്. അതിൽ പറയാത്ത ഒരു സയൻറ്റിഫിക്കൽ കാര്യങ്ങളും ഇന്ന് നമുക്ക് പുതിയ മോഡേൺ സയൻസ് കണ്ടുപിടിക്കുന്നില്ല. അന്ന് ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വണ്ടറായി പോകും. നമ്മൾ പലതും വായിച്ച് നമ്മൾ പലതും അറിഞ്ഞു വരുമ്പോൾ നമ്മൾ തന്നെ വണ്ടറായി പോകും. ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇത് എങ്ങനെ ഇതിനകത്ത് എഴുതി വെച്ചു എന്നുള്ളത് നമ്മൾ വണ്ടറായി പോകും. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ആത്മീയതയിലേക്കുള്ള വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ യോഗയുടെയും തന്ത്രയുടെയും ധ്യാനത്തിൻ്റെയും ഒക്കെ വഴി എന്ന് പറയുന്നത്. Yasha Living, synchronizing the art, tactics and spirituality.